കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ആ ഡിപ്പാർട്ട്മെന്റിനെ കാണുന്നത്. വീട്ടിലൊരു ചെറിയ അസ്വാരസ്യമുണ്ടായാൽ, അങ്ങാടിയിൽ ഒരു ചെറിയ കശപിശയുണ്ടായാൽ നമുക്ക് പ്രതീക്ഷയായി നിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയല്ലേ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത്. ആ പോലീസിനകത്ത് ഒരു മുസ്ലിം തീവ്രവാദി കൂട്ടായ്മ ഉണ്ടായാൽ, ഒരു ക്രിസ്ത്യൻ തീവ്രവാദ കൂട്ടായ്മയുണ്ടായാൽ, അവിടെ ഒരു RSS കൂട്ടായ്മയുണ്ടായാൽ, അതെങ്ങനെയാണ് ഒരു പരിഷ്കൃതമായ സമൂഹത്തിന് ജസ്റ്റിഫൈ ചെയ്യാനാവുക, ന്യായീകരിക്കാനാവുക? കേരളത്തിന്റെ ജയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റില് RSSകാരന്റെ ശാഖയുണ്ടായി എന്ന വാർത്ത കേൾക്കുന്നത്. RSSകാരൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഏതോ ഉറക്കത്തിൽ സ്വപ്നത്തിൽ നടന്നുപോയ ഒരു മുഖ്യൻ കേരളം ഭരിക്കുമ്പോഴാണ്, പോലീസ് മന്ത്രി ഭരിക്കുമ്പോഴാണ്. നിങ്ങൾ മനസ്സിലാക്കണം, RSS എന്ന് പറയുന്ന വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു സംഘത്തെ പോലീസ് സേനയിൽ വെച്ച് പൊറുപ്പിക്കുക, സ്വാഭാവികമായ സ്ഥലം മാറ്റം മാത്രം അവർക്ക് കൊടുക്കുക. ഇതെങ്ങനെയാണ് സംഘപരിവാരത്തിന്റെ മുമ്പിൽ വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് നട്ടല് പൊട്ടിപ്പോയ ഈ കേരളത്തിന്റെ മുഖ്യൻ എങ്ങനെയാണ്, ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ അനീതിയെ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. UAPA അനുസരിച്ച് ഒരു അറസ്റ്റും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കേരളത്തിൽ എത്ര ചെറുപ്പക്കാരെയാണ് നിങ്ങൾ UAPAയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ അടച്ചിട്ടിരിക്കുന്നത്? അതിന്റെ പറവിലല്ലേ നിങ്ങൾ അലനയും താഹയും കൊടുക്കാൻ ശ്രമിച്ചത്? എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ പറയാനുണ്ടാവുക? ഞാൻ CPM സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ 500 ഫ്ലക്സ് ഈ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ തെരുവിൽ മുഖ്യമന്ത്രിയുടെ വെക്കാൻ 25 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ്. 500 അല്ല, 50,000 ഫ്ലക്സ് വെച്ചാലും ആ മനുഷ്യൻ ചെയ്യുന്ന നെറികേടുകളെ ആ ഫ്ലക്സ് കൊണ്ടോ 25 കോടിയല്ല 250 കോടി കൊണ്ട് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ രാജ്യത്ത് ഒരുപാട് പാവങ്ങളില്ലേ? നിങ്ങൾ 100 കോടിയോളമാണ് ചെലവഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ 4ാം വാർഷികത്തിന്. മെനഞ്ഞാന്നാണ് അയാൾ കടപ്പുറത്ത് വന്നത്. അതിന്റെ പ്രത്യാഘാതമാണ് കോഴിക്കോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തീപിടുത്തൊക്കെ. തൃശ്ശൂരിൽ പോയടത്തൊക്കെ കുഴപ്പമാണ്. നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം അല്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒന്നും വിശ്വാസമല്ല. എന്നാലും ഞാൻ പറയാം, ചിലപ്പം വിശ്വസിച്ച് പോകില്ല. ഒരു മനുഷ്യൻ വന്നതിന് ശേഷം പോയോടുത്തും വന്നോടുത്തും ഇങ്ങനെ ഒരു ദുരന്തം എന്താണ്? ഇങ്ങനെ ഒരു നാശം പിടിച്ച ഒരു ഭരണാധികാരി ആണല്ലോ നമുക്ക് നമ്മളുടെ നാട്ടിൽ വന്നു പെട്ടതെന്ന് നിങ്ങൾ ഓർക്കൂ. ആശാ വർക്കർമാർ ചോദിക്കുന്നത് എത്ര ചെറിയ പൈസയാണ്. പാവങ്ങളല്ലേ അവര്, സാധുക്കളല്ലേ? കേരളത്തിന്റെ ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങി സമരം നയിക്കുകയാണവർ. നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കാൻ ഇല്ലല്ലേ? ഈ മുഖ്യന്റെ ഫോട്ടോ വെക്കാൻ 25 കോടി കൊടുക്കുമ്പോ, വാർഷികം ആഘോഷിക്കാൻ 100 കോടി ചെലവഴിക്കുമ്പോ ആശാ വർക്കർമാർക്ക് പൈസ ഇല്ല. ശാപം കിട്ടൂലേ മുഖ്യമന്ത്രി? ഇതാ സ്കൂൾ തുറക്കുകയാണ് 2-ാം തീയതി, കഞ്ഞി വെക്കാനുള്ള പൈസ നിങ്ങൾ കൊടുക്കുവോ? ഇല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അംഗൻവാടിയിലെ ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അറിയാലോ. നമ്മളെ വീട്ടിലൊരു പ്രസവം നടന്നാൽ ആ സാധുക്കൾ വന്ന് കണക്കെടുക്കും, പോഷകാഹാരങ്ങൾ ആഹാര വസ്തുക്കൾ വിതരണം ചെയ്യും. ആ അംഗൻവാടിയിലെ വർക്കർമാർക്ക് 10 റുപ്യ കൂട്ടിക്കൊടുക്കാൻ, പാവം കർഷകർ സംഭരിച്ച അവരുടെ നെല്ലിന് 10 റുപ്യ കൂട്ടിക്കൊടുക്കാൻ, ക്ഷേമനിധിയിലെ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ, സാമൂഹിക പെൻഷന് 10 രൂപ കൂട്ടിക്കൊടുക്കാൻ, ആശുപത്രിയിലെ ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങിക്കൊടുക്കാൻ, ഡയാലിസിസ് പേഷ്യൻസിന് എന്തെങ്കിലും അവരുടെ ആ പേഷ്യൻസിന് പൈസ കൊടുക്കാൻ, അവർക്ക് കൊടുക്കുന്ന തുച്ഛമായ പൈസ കൊടുക്കാൻ, ആ പണം കൊടുക്കാൻ, ഏതെങ്കിലും ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും കൊടുക്കാൻ. നിങ്ങൾ ഒരു വാറോല ഇറക്കിയല്ലോ, ഒരു വലിയ വാറോല 4ാം വാർഷികത്തിന്റെ. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയോ നിങ്ങള്? നായകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ABC പദ്ധതി. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ഒരു ദിവസം മനുഷ്യനെ തെരുവ് നായ കടിക്കാത്ത ഒരു വാർത്ത, ആ വാർത്തയില്ലാത്ത ഒരു പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളെ ABC പദ്ധതി എവിടെയാണ്? നിങ്ങൾ ഫണ്ടിലുണ്ട്, നിങ്ങളുടെ പേരിലുണ്ട്, എല്ലാം ഉണ്ട് എല്ലായിടത്തും. വന്യജീവി സംഘർഷത്തെ കുറിച്ച് നിങ്ങളുടെ വാറോലയിലുണ്ട്. ഇന്നലെയാണ് ഈ മലപ്പുറത്തെ വണ്ടൂരിൽ, മലപ്പുറത്തെ മമ്പാട് ഒരാളെ ഒരു വന്യജീവി കടിച്ചു കൊന്നു കളഞ്ഞത്. ഇന്നലെയാണ്. നിങ്ങളുടെ ഈ വാറോലയിൽ അതുമുണ്ട്. പട്ടിക വിഭാഗം ജനതയെ കുറിച്ച് നിങ്ങളുടെ വാറോലയിലുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞു, എത്രമാത്രം താഴോട്ട് പോയി. ഈ ആളുകൾ മരിച്ചാൽ നിങ്ങൾ അറിയുമോ? ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി കുറെ 5 ലക്ഷം ഉറുപ്പിന്റെ ചെക്ക് ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്. എവിടെങ്കിലും വന്യജീവി കടിച്ചു എന്ന് കേട്ടാൽ ചെക്കുമായിട്ട് പോയി 5 ലക്ഷം കൊടുക്കും ഒരു മന്ത്രി. ഇതാ പണി. അതിനെ മറികടക്കാൻ, ഈ അപകടത്തെ മറികടക്കാൻ ഒരു ഏർപ്പാട് നടത്തിയിട്ടില്ല. രാജ്യത്തിലെ ക്രമസമാധാനം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പറയണോ? ഇന്നലെയാണ് നിങ്ങൾ പരിശോധിക്കണം. ഒരു ആദിവാസി ദളിത് സ്ത്രീ, ആ സ്ത്രീ പണിയെടുക്കുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ, അവര് പണിയെടുക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വീട്ടില് വേലക്കാരിയായി പോവാണ് മക്കളെ പോറ്റാൻ.
രോഗിയായ ഭർത്താവിനെ പോറ്റാൻ. എന്നിട്ട് പോലീസ് പിടിച്ചു അവരെ. എന്താ പറഞ്ഞത്? നീ പണിക്ക് പോയ വീട്ടില് 18 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവര് പറഞ്ഞു, ഞാൻ ഇന്ന് ആ വീട്ടിൽ പോയിട്ടില്ല, സമ്മതിച്ചില്ല. അവിടെ നിർത്തി അവരെ വീട്ടിൽ കൊണ്ടുപോയി പരസ്യമായി ആളുകൾക്ക് മുമ്പിൽ റെയ്ഡ് നടത്തി. വീട് പോലീസുകാർ പോയി ആക്ഷേപിച്ചു. അവര് വെള്ളം ചോദിച്ചു. തൊട്ടടുത്തുള്ള പോലീസുകാരൻ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ, വെള്ളം കഴിക്കുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും കുടിവെള്ളമുണ്ട്. ആ ദളിത് സ്ത്രീയുമായ ബിന്ദു ചോദിച്ചപ്പോ പറഞ്ഞത് ബാത്റൂമിൽ പോയി കുടിച്ചോന്നാണ്. ഇന്നത്തെ വീഡിയോകളിലുണ്ട്, ബാത്റൂമിൽ പോയി കുടിച്ചോ. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം 24 മണിക്കൂറായി ഈ സ്ത്രീ അവിടെ വെച്ചിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ഗൾഫുകാരൻ അവന്റെ ഭാര്യ വന്നിട്ട് SIയോട് കുശുകുശുക്കുകയാണ്. SI അപ്പം പറയാണ് ഇവരോട്, നീ പോയിക്കോ, ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത്. എന്താ അവര് വന്ന് പറഞ്ഞെന്നറിയോ? ആ സ്വർണമാല വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഈ പാവം സ്ത്രീയെ നീ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. കളവ് നടത്തി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, മുതൽ കിട്ടി എന്ന് ഉടമ വന്ന് പറഞ്ഞിട്ട് അവരോടൊരു മാപ്പ് പറയുകയല്ല, ക്ഷമിക്കണം സഹോദരി എന്ന് പറയുകയല്ല. എങ്ങനെയാ ക്ഷമിക്കണം എന്ന് പറയാ? അവര് ദളിതാണ്, ദളിതുകാരോട് ക്ഷമ ചോദിക്കാൻ പറ്റുമോ? അവർ മനുഷ്യരല്ലല്ലോ, അവര് മനുഷ്യരല്ലല്ലോ. CPM-കാരാ, നീ തന്നെയല്ലേ ഇപ്പോഴും കേരളം ഭരിക്കുന്നത്? ഈ വിടുവായനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ ഇപ്പോഴും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അല്ലേ? അപ്പോഴാണ് ഇന്ന് വരുന്ന വാർത്ത, ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയോട് അവർ കരഞ്ഞു പറയുകയാണ്, എന്നെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഈ മുതൽ കിട്ടി എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാ, എന്നോട് ക്ഷമിക്കണമെന്ന് ആ വീട്ടുകാരി ഒന്ന് വിളിച്ചു പറയുക. എന്നെ വിളിച്ചില്ലെന്ന് മാത്രമല്ല, FIR ഇട്ട കേസ് അവിടെ കിടക്കുകയാണ്. ഈ പാവം ദളിത് സ്ത്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി പ്രൈവറ്റ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ കണ്ടു. ശശി എന്താ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, കളവ് പോയാൽ പിടിക്കും, അന്വേഷിക്കും. ഇവരുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി വലിച്ചെറിഞ്ഞു. ഇതെന്തൊരു നാടാണ് CPM-കാരാ? എന്നിട്ടും നിങ്ങൾ ഈ രാജ്യത്തെ 4ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. രാജ്യത്ത് നിങ്ങൾ ഈ ക്രമസമാധാനത്തിന്റെ മേഖല എങ്ങനെയാണ് എന്ന് ഇത്രമേൽ മ്ലേച്ഛമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ അത് ആഘോഷിക്കുന്നത്. എല്ലായിടത്തും ഞാൻ വിശദീകരിക്കില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്ക് ആശ്രയിക്കാവുന്ന മെഡിക്കൽ കോളേജ് അല്ലേ? അതിന്റെ ICU-വിൽ തീപിടുത്തം ഉണ്ടായി. ഒരു ദിവസം പുക കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ തീ. എന്താ അവസ്ഥ എന്നറിയോ? ആ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ കൊടുത്ത അതിന്റെ നിർമ്മാണത്തിലെ പിഴവ്. എന്തിന്? ഏറ്റവും കുറഞ്ഞ നിരക്കില് കള്ള കോൺട്രാക്ടർമാർക്ക് നിങ്ങൾ കൊടുക്കുന്നതിന്റെ ഫലം തീരുന്നില്ല. ഇന്നലെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങളൊക്കെ കണ്ടു, നഗരമാകെ വിഭ്രാന്തിയിലായി. മുസ്ലിം ലീഗിന്റെ അഭിമന്യനായ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്ത് നഗരം വലിയ വിഭ്രാന്തിയിൽ. എങ്ങനെയാ തീ പിടിച്ചത്? കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അതുകൊണ്ട് ഇനി എല്ലാ ബിൽഡിങ്ങുകളുടെയും ഫയർ പരിശോധിക്കാൻ ഞങ്ങൾ സെക്യൂരിറ്റി പരിശോധിക്കും. ഈ കത്തിയതിന്റെ വിവരം പറഞ്ഞിട്ട് പോരെ അടുത്ത പരിശോധിക്കാൻ? എന്റെ മേയറെ, എന്റെ വീട്ടിൽ ഒരു കുഴപ്പമില്ലാതെ കോടതിയിൽ പോയി ഞാൻ നമ്പർ വാങ്ങി. എന്റെ വീട്ടിൽ 4 തവണയാണ് നിങ്ങളുടെ കോർപ്പറേഷൻ വന്ന് അളഞ്ഞു പിരിച്ച് നടന്ന് അതിന്റെ മുക്കും മൂലയും തെരഞ്ഞത്. അറിയോ? നിങ്ങള് നമ്പർ ചോദിച്ചിട്ട് തന്നില്ല. എത്ര തവണ? നിങ്ങൾ എന്നെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്റെ വീട്ടിൽ 4 തവണ വന്ന നിങ്ങളുടെ ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഒരു തവണ ഈ ബിൽഡിംഗ് പോയി നോക്കിയിരുന്നോ? കാരണം അവിടുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പേരിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അഴിമതിയാണ് കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ തീപിടുത്തം. സർവത്ര അഴിമതി, സർവത്ര നെറികേടുകൾ. ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് ഏത് മേഖലയിലാണ്? ഇപ്പൊ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ 4ാം വാർഷികം ആഘോഷിക്കുകയാണ് എങ്കിൽ ഈ SSLC റിസൾട്ട് വന്നല്ലോ. ഈ SSLC ഞങ്ങൾ എത്ര പറയുന്നതാണ്, ഈ SSLC റിസൾട്ട് കഴിഞ്ഞ് +2 കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പോഴും നിങ്ങൾ അവസരം ഒരുക്കിയിട്ടുണ്ടോ? ഈ മലബാറിൽ നിങ്ങൾ 4ാം വാർഷികം ആഘോഷിക്കല്ലേ? 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നു. +1 അവർക്ക് പഠിക്കാൻ സൗകര്യമുണ്ടോ? അവർക്ക് പഠിക്കാൻ സൗകര്യമുണ്ടോ? അവരുടെ സ്റ്റൈപ്പൻഡ് നിങ്ങളെ കൊടുക്കുക. ഞാനിത് പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രി കേരളക്കരയിൽ ഉണ്ടാകുമ്പോ നിങ്ങൾ നടത്തിയ ആക്ഷേപങ്ങളില്ലേ? നിങ്ങൾ നോക്കാത്തത് എന്ത്? നിറം നോക്കി, പെന്നിന്റെ കളർ നോക്കി, അവിടെ എഴുതുന്ന റിപ്പോർട്ട് നോക്കി, ഏതെല്ലാം തരത്തിൽ ആക്ഷേപിച്ചവരാ നിങ്ങൾ? പറയാൻ അന്ന് ചോദിക്കാനും ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് വിദ്യാഭ്യാസ മന്ത്രി? ആ ശിവൻകുട്ടിനോടോ? ആരോ? ബിന്ദുവിനോടോ? ആലോചിച്ച് നോക്ക്. വിദ്യാഭ്യാസ മന്ത്രിമാര് തന്നെ ഒരു ഭൂലോക തമാശയാണ്. പിന്നെ എങ്ങനെയാണ് ആ വകുപ്പിന്റെ സ്ഥിതി പറയേണ്ട കാര്യമുണ്ടോ? ഇത്ര പെട്ടെന്ന് എനിക്ക് ആ 2 പേര് തന്നെ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും മന്ത്രിമാരുടെ പേരറിയുമോ?
അമ്മോഷനെയും മരുമോനെ അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നവരുണ്ടോ? എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഇത്രമേൽ തകർന്നു പോയ ഒരു സർക്കാർ എല്ലാ അർത്ഥത്തിലും. ഇപ്പോ റീസെന്റ് ആയിട്ട് ഏറ്റവും അടുത്ത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും വയനാട്ടിലെ പാക്കേജ്. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്തുമാത്രം മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഈ മഹാദുരിതമുണ്ടായ വയനാട്ടില് മുസ്ലിം ലീഗ് ആളുകളെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നതിന്റെ ഒരു 5 മണിക്കൂർ മുമ്പ് വയനാട്ടിൽ അതിരൂക്ഷമായ സമരം നടന്നു. എന്താ സമരം എന്നറിയോ? വയനാട്ടിൽ ഈ ദുരിതബാധിതരായ മനുഷ്യർ വീടിന് പകരം താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ വാടക കൊടുത്തില്ല. വീട്ടിന്റെ ഉടമകൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഗവൺമെന്റ് കൊടുക്കണ്ടേ? അതിലൊരു വൃദ്ധയായ സ്ത്രീ എന്ന് ചാനലുകാരോട് പറയുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന പൈസയാണ്, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പൈസയല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ജനങ്ങൾ കോടിക്കണക്കിന് ഉറുപ്പിക സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൊടുത്താൽ മതി. നിങ്ങളുടെ കേരളത്തിലെ നിങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടോ ദാരിദ്ര്യത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ഖജനാവിന് സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ കൊടുത്ത 700 ചില്ലാനം കോടിയുണ്ട്. അവർക്ക് വേണ്ടി കേന്ദ്രം കൊടുത്ത 500 ചില്ലാനം കോടിയുണ്ട്. ആ പണം കൊടുത്ത് അവരുടെ വാടക വീടിന് വാടക കൊടുക്കാഞ്ഞിട്ട് ഇന്ന് സമരം നടന്നു. നാളെ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ സമരക്കാർ പിരിഞ്ഞുപോയി. അവിടെ വന്ന സ്ത്രീകളെ കയ്യേറ്റം ചെയ്തു. അപ്പോഴും മുഖ്യമന്ത്രി പറയാണ് 100 ചില്ലാനം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ലീഗാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പ്രവർത്തികൾ സുതാര്യമായിരുന്നോ? നിങ്ങൾ സുതാര്യമായാണോ പ്രവർത്തിച്ചത്? സുതാര്യമല്ല. നിങ്ങളുടെ സഹായ വിതരണ ലിസ്റ്റിനകത്ത് കുഴപ്പമുണ്ടായി എന്ന് രാജ്യത്തെല്ലാവരും പറഞ്ഞു, പത്രക്കാർ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയട്ടെ. ഞാൻ വയനാട്ടുകാരനാണ്, അതുകൊണ്ടുകൂടി അവിടെ 3 വാർഡുകളിലാണ് ഈ ദുരന്തം എഫക്ട് ചെയ്തിരിക്കുന്നത്. ആ 3 വാർഡുകളിൽ പാർക്കുന്ന ജനങ്ങൾ, എഫക്ട് ചെയ്ത ജനങ്ങൾ എന്ന് പറയുന്നത് 1024 കുടുംബങ്ങളാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ഒരുപാട് സമര സംഘടനകൾ ഉണ്ടായി. ആ 3 വാർഡിലെ മെമ്പർമാർ ഒരുമിച്ച് നിന്ന്, അവിടുത്തെ പള്ളി കമ്മിറ്റി ഒരുമിച്ച് നിന്ന്, ചർച്ച് കമ്മിറ്റി ഒരുമിച്ച് നിന്ന്, അവിടുത്തെ അമ്പല കമ്മിറ്റി ഒരുമിച്ച് നിന്ന്, 2 അവിടുത്തെ ജനങ്ങൾ ചേരുന്ന ഒരു ആക്ഷൻ കൗൺസിൽ ഒരുമിച്ച് നിന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം ഒരുമിച്ച് നിന്ന് അവിടുത്തെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം സംഘം അവിടെയുണ്ട്. ആ കൂട്ടം സംഘങ്ങൾ അവിടെ കണ്ടെത്തിയ വീടുകൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കമ്മിറ്റി കണ്ടെത്തിയത് കൂട്ടുകുടുംബങ്ങളെ പോലും ഒഴിവാക്കി 537 കുടുംബങ്ങളാണ്. 537 കുടുംബങ്ങളെ കണ്ടെത്തി. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നല്ലോ, ആ ലിസ്റ്റിൽ 400 പേരുണ്ടോ? CPM-ന്റെ കമ്മിറ്റി അടക്കം, ലോക്കൽ കമ്മിറ്റി അടക്കം കൊടുത്ത ലിസ്റ്റില് 1000 ചില്ലാനം കുടുംബങ്ങൾക്കിടയിൽ നിന്ന് കൂട്ടുകുടുംബങ്ങളെ ഒഴിവാക്കി 537 ആളെ തെരഞ്ഞെടുത്തിട്ട് എന്തേ മുഖ്യമന്ത്രി നിങ്ങളുടെ കയ്യിൽ 400 പേര് പോലും തികയാത്തത്? നിങ്ങളുടെ ലിസ്റ്റിൽ കുഴപ്പമുണ്ട്, നിങ്ങളുടെ ലിസ്റ്റിൽ അപാകതയുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ വേറെ ഫണ്ട് ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്കാണോ നിങ്ങൾ ഈ തിരൂരങ്ങാടിക്കാർ പൈസ കൊടുത്തത്? നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഫണ്ട് അറിയാഞ്ഞിട്ടാ? അതിന്റെ കോഡ് സ്കാൻ ചെയ്യാൻ അറിയാഞ്ഞിട്ടാ? അല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞപ്പോ പണം വേറെ കൊടുത്തത്? കാര്യമെന്ത്? ഗവൺമെന്റിൽ വിശ്വാസമില്ല. ഗവൺമെന്റിന്റെ അപാകതകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ ഞങ്ങൾ ഇതാ സമാന്തരമായ ഫണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിനെ ഗവൺമെന്റ് ലാസ് ഫോളോ ചെയ്യണത്, നിങ്ങളുടെ മാനദണ്ഡം ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ ആ ലിസ്റ്റിൽ അപാകതയുണ്ടാക്കി. അതുകൊണ്ട് നിങ്ങളുടെ ലിസ്റ്റ് തന്നെ പൂർണ്ണമായി ചെയ്യേണ്ട കാര്യമുണ്ടോ? സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞു, ആ ലിസ്റ്റിൽ പെടേണ്ട അർഹതപ്പെട്ടവരെ, ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പറയുന്നവരെ ഞങ്ങളുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കും എന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്നത്, 740 കോടി രൂപയാണ് നിങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ ഈ ഗവൺമെന്റിന് ജനങ്ങൾ കൊടുത്ത പൈസ. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തത് 529 കോടി ലക്ഷമാണ്, 9.5 കോടി രൂപയാണ്. 529.5 കോടി സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു. ഇതോ 50 കൊല്ലം കൊണ്ട് അടച്ചാ മതി.
ഈ 500 ചില്ലാനം സെൻട്രൽ ഗവൺമെന്റിന്റെ പണം സർക്കാർ എന്ത് ചെയ്യുന്ന കാര്യങ്ങള് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൈമാറി. പകരം അത് പ്രോഡക്റ്റീവ് സെക്ടറിലാണെങ്കിൽ അതിന്റെ 50 ഇരട്ടിയായി 50 കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കാൻ കഴിയും. അത് ചെയ്തില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ ഊരാലുങ്കലിന് ഈ ബജറ്റിൽ പറയുന്നത് 780 കോടിക്ക് ഊരാലുങ്കലിന് കൊടുത്തു എന്നാണ്. ഊരാലുങ്കലിന് കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് CPM കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്നതാണ്. ആയിക്കോട്ടെ, 780 കോടി രൂപക്ക് നിങ്ങൾ ഊരാലുങ്കലിന് കൊടുത്തു. ഇത് മുനിസിപ്പാലിറ്റിയല്ലേ? മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ലൈഫ് പദ്ധതിയുടെ വീട് കൊടുക്കും. അപ്പൊ വീട് കൊടുക്കുന്നത് അബ്ദുറഹ്മാൻ അവിടുത്തെ ഒരു മുനിസിപ്പൽ മെമ്പറാന്ന് കൂട്ടുക, ഒരാൾക്ക് കൊടുത്തു. അയാൾക്ക് വീട് കൊടുത്താൽ അയാളല്ലേ വീട് ഉണ്ടാക്കേണ്ടത്? അയാളോട് പറയാണ് ലൈഫ് പദ്ധതി സ്ക്വയർ ഫീറ്റിന് 1000 രൂപയാണ് കൊടുക്കുക. എൻ്റെ വീട് ഏറ്റവും നന്നായിട്ട് എടുക്കുന്ന ലോകത്തെ ഒരാളാരാണ്? ഞാനാണ്. പരമാവധി പൈസയും വീട്ടിലേക്ക് ഉപയോഗിക്കും. ഒരു ഗുണഭോക്താവിന് 1000 രൂപക്ക് സ്ക്വയർ ഫീറ്റിന് കൊടുക്കുക. അവനല്ലേ ഏറ്റവും നന്നായിട്ട് വീടുണ്ടാക്കുക? എന്നാൽ ഊരാലുങ്കല് നിങ്ങൾക്ക് വീടുണ്ടാക്കി തരുന്നുണ്ടെങ്കിലോ സ്ക്വയർ ഫീറ്റിന് 3000 കൊടുക്കുക. ഇതെന്താടോ കണക്ക്? ഇതെന്താടോ കണക്ക്? ഞാൻ ചോദിക്കുന്നത്, ഊരാലുങ്കൽ വീടുണ്ടാക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിന് 3000, ഞാൻ എൻ്റെ വീടുണ്ടാക്കുമ്പോഴോ സ്ക്വയർ ഫീറ്റിന് 1000. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 780 കോടിയാണ് ബജറ്റിൽ വയനാട് പ്രോജക്റ്റിന് വിലയിരുത്തിയത്. നിങ്ങളുടെ ലിസ്റ്റിലുള്ളത് 400 തികയില്ല. 400 ആണെന്ന് വെക്ക്. അപ്പൊ ഒരു വീടിന് 2 കോടിയാണോ? ഒരു വീടിന് 2 കോടിയാണോ? ഈ കണക്കൊന്ന് നിങ്ങൾ പറഞ്ഞേ. വീടിനാണോ സ്ക്വയർ ഫീറ്റിന് 3000 രൂപ? അതല്ല, വീട്ടിലേക്കുള്ള വഴി കൂടി വെട്ടുന്നതിന് സ്ക്വയർ ഫീറ്റിന് 3000 ആണോ? കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തട്ടിപ്പു സംഘമായ കോർപ്പറേഷനാണ് ഊരാലുങ്കൽ എന്ന് പറയുന്നത്. അതിലെ ബിനാമികളാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാരടക്കമുള്ള വലിയ വ്യവസായ ബിനാമികളുടെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഊരാലുങ്കൽ. കേരളത്തിന്റെ നട്ടല്ലായിരുന്ന കോൺട്രാക്ടർമാരുടെ നട്ടല്ലു തകർത്തത് ഈ ഊരാലുങ്കലാണ്. ആ ഊരാലുങ്കലിന്റെ സ്പോൺസർമാരാണ് കേരളത്തിലെ ഭരണകൂടം എന്ന് പറയുന്നത്. ആ ഊരാലുങ്കലിന് 750 കോടി ബജറ്റിൽ വകയിരുത്തി നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് അതിന് 1000 ചില്ലാനം സ്ക്വയർ ഫീറ്റിന് വീടുണ്ടാക്കുന്ന ലീഗിനെ ആക്ഷേപിക്കാൻ നിങ്ങൾ വരിക. ഞാൻ CPM-നോട് ചോദിക്കട്ടെ, ആ പാവം മനുഷ്യരില്ലേ, പൊട്ടിച്ചെതറിപ്പോയ മനുഷ്യന്മാർ, തല വേറെ, കാല് വേറെ, ഉടല് വേറെ, തലച്ചോറ് വേറെയായി, എത്ര പേർ, എത്ര കുടുംബത്തിൽ എത്ര പേര് മരിച്ചു. ആ പാവങ്ങൾക്ക് 28 കോടിയോളം രൂപ, 26 കോടിയുടെ കടമുണ്ട്. ആ കടം എഴുതി തള്ളു നിങ്ങള്. ആ കടം 26 കോടി മതി. കയ്യിൽ വാങ്ങി വെച്ചിട്ടില്ലേ കേന്ദ്രത്തിന്റെ അടക്കം 1000 കോടി? നിങ്ങൾ എഴുതി തള്ളുവോ? സർക്കാർ എന്താ പറഞ്ഞെന്നറിയോ? അത് എഴുതി തള്ളാം. അവര് പറഞ്ഞു, ദയവ് ചെയ്ത് അത് ഞങ്ങളുടെ സിവിൽ സ്കോറിനെ ബാധിക്കും. നാളെ മക്കൾക്ക് പഠിക്കാൻ ഒരു 10 രൂപ കിട്ടണമെങ്കിൽ അത് കഴിയില്ല. ഗവൺമെന്റ് ആ പൈസ അടക്കണം. 26 കോടി. എന്തേ ഗവൺമെന്റ് അത് അടക്കാത്തത്? ഇനി ലീഗ് മാറ്റിപ്പാർപ്പിക്കുന്നു എന്നല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആക്ഷേപം? ഇയാൾക്ക് എന്താ ലീഗിനെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്? ആ ചൊറിച്ചിൽ ഇടക്കൊന്ന് നിന്നിരുന്നല്ലോ, ഇപ്പൊ പിന്നെ തുടങ്ങിയതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ലീഗിനെ കാണുമ്പോൾ എന്താ ചൊറിച്ചിൽ? ലീഗ് മാത്രമാണോ ആളെ മാറ്റിപ്പാർപ്പിക്കണത്? ഞാൻ ചോദിക്കട്ടെ, അവിടെ സേവാഭാരതി 40 വീട് കൊടുക്കുന്നില്ലേ? മുഖ്യമന്ത്രി സേവാഭാരതിനെ കാണാനുള്ള കണ്ണിപ്പോ അടുത്ത കാലത്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും ചോദിക്കട്ടെ, സേവാഭാരതി 40 പേരെ, അവിടുത്തെ എന്താണ് ജമാഅത്ത് കമ്മിറ്റി, എറണാകുളം കേന്ദ്രമായ ഒരു ജമാഅത്ത് കമ്മിറ്റി 30 വീടുകൾ കൊടുക്കുന്നു. പിന്നെന്താണ് പിലോകാലിയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സഭ 40 വീട് കൊടുക്കുന്നു. CSI 16 വീട് കൊടുക്കുന്നു. പെന്തിക്കോസ്റ്റ് 10 വീട് കൊടുക്കുന്നു. എറണാകുളം വേറെ ഒരു സംയുക്ത കമ്മിറ്റി 14 വീട് കൊടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി 30 വീട് കൊടുക്കുന്നു. ജമിയത്തുൽ ഉലമ ഹിന്ദ് 12 വീട് കൊടുക്കുന്നു. KNM 13 വീട് കൊടുക്കുന്നു. മർക്കസുദ്ദഅവ 30 വീട് കൊടുക്കുന്നു. വിസ്ഡം വേറെ വീട് കൊടുക്കുന്നു. എന്താ മിനി ക്വാറി അസോസിയേഷൻ അവിടെ 10 വീട് കൊടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതൊന്നും വിഷയമല്ല, ലീഗ് കൊടുക്കണം മാത്രം വിഷയം. എന്നിട്ട് പറയാ ആളുകളെ, ഞാൻ ചോദിക്കട്ടെ, മേപ്പാടിയിൽ നിന്ന്, ഞാൻ വയനാട്ടുകാരനായതുകൊണ്ടാണ് പറയണത്, മേപ്പാടിയിൽ നിന്ന് ഈ ആളുകളെ നിങ്ങൾ മാറ്റിപ്പാർപ്പിക്കുന്നത് 37 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോഴും. അപ്പൊ അത് ആളെ ഭിന്നിപ്പിക്കലല്ല, ആളെ മാറ്റിപ്പാർപ്പിക്കലല്ല. ഒരൊറ്റ കാര്യം, WMO ഈ ദുരന്തമുണ്ടായപ്പോ വയനാട് മുസ്ലിം ഓർഫനേജിന്റെ അകത്ത് ഒരു മീറ്റിംഗ് ചേർന്നു.
ആ മീറ്റിംഗിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം എല്ലാവരെയും സാക്ഷി നിർത്തി പറഞ്ഞതാണ്, 1024 പേരെ പുനരധിവസിപ്പിക്കുന്നത് വരെ ഗവൺമെന്റിന് വിശ്രമം ഉണ്ടാവില്ല. ആ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ 400 തികഞ്ഞിട്ടില്ല. രണ്ടാമത്, ആ ഗവൺമെന്റിന്റെ ലിസ്റ്റിലെ 400-ൽ നിന്ന് 100ഓളം പേരെ ലീഗ് കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വായിച്ച സംഘടനകളൊക്കെ എടുത്തിട്ടുണ്ട്. 100 വീട് കൊടുക്കുമെന്ന് DYFI പറഞ്ഞിട്ടുണ്ട്. അതെവിടെ എത്തിയിട്ടില്ല. കോൺഗ്രസിന്റെ 100 വരാനുണ്ട്. കർണാടക ഗവൺമെന്റിന്റെ വീടിന്റെ പണം മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന് എന്താ പണി? നിങ്ങൾ പറ. കണക്കുകൾ എണ്ണി എണ്ണി ചോദിക്കും. അങ്ങനെ ചോദിക്കാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ മേൽ കുതിര കയറിയിട്ട് ശ്രദ്ധ തിരിച്ചുവിടാം എന്നാണ് നിങ്ങൾ വിചാരിക്കണതെങ്കിൽ ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷെ നിങ്ങളുടെ കള്ളക്കളി മുഴുവൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഓരോന്നെണ്ണിപ്പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സംഘികളെ താങ്ങുകയോ സംഘികളുടെ പിറകെ നടക്കുകയോ എന്തൊക്കെ ചെയ്തോളൂ. ഇന്ന് ഈ സമ്മേളനത്തിൽ വരേണ്ടിയിരുന്ന ഒരു വിശിഷ്ടാതിഥിയായ ഒരാൾ അഭിവന്ദനായ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് മാറാൻ വേണ്ടി പറയാണ്. അദ്ദേഹമാണ് ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ പെഹൽഗാമിലെ ഈ മഹാദുരന്തത്തിന്റെ ഭാഗമായി ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും പോയി ഇന്ത്യയുടെ നിലപാടുകൾ, ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിശദീകരിക്കാവുന്ന സംഘത്തിനകത്ത് ബഷീർ സാഹിബുണ്ട്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ അംഗീകരിക്കുന്നു എന്നത്, ഈ രാജ്യം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ആ പ്രതിബദ്ധതയുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റവും മനോഹരമായി അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയും. കാരണം ഇത് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പാർട്ടിയാണ്. ഈ രാജ്യത്ത് തീവ്രവാദത്തെ കയറ്റി അയക്കുന്ന പാകിസ്ഥാൻ അല്ല. ഞങ്ങളുടെ സഹോദരന്മാർ മക്കയിലാണ്, കഅബയിലാണ്, അവിടെയാണുള്ളത്. ഹജ്ജ് നിർവഹിക്കാൻ പോയവരാണ്. അവരുടെ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ആ ഇടം സൗദി അറേബ്യ, അത് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ അടക്കം ഇന്ത്യക്കെതിരെ വന്നാൽ അവർക്കെതിരെ പടപെട്ടാൻ ഇന്ത്യയുടെ മുന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഈ ആളുകളൊക്കെ പോകുന്നുണ്ടല്ലോ, അവർ പറയുന്നത് മാത്രം ലോകം കേൾക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അവർ ചില ചോദ്യങ്ങളൊക്കെ തിരിച്ചു ചോദിച്ചേക്കാം. ഈ രാജ്യത്തിലെ സംഘികൾ മനസ്സിലാക്കിക്കൊള്ളണം. അവർ ചോദിക്കും, ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സേനാ പ്രവർത്തകരുടെ അംഗങ്ങളുടെ ഭാര്യമാർ, അവർ കാണിച്ച ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തെ കളിയാക്കിയ സംഘികളുടെ നിലപാട് എന്തായിരുന്നു? രാജ്യം അവർക്കെതിരെ എന്തു നടപടിയാണ് എടുത്തത് എന്ന് അവരോട് ചോദിക്കും. മുസ്ലിങ്ങൾക്കെതിരെയും കാശ്മീരിലെ ജനതക്കെതിരെയും പഹൽഗാമിലെ മഹാദുരന്തത്തിന് ശേഷം ഈ സംഘികൾ നടത്തിയ ആക്രമണം ഒരു പാകിസ്ഥാൻ പരിപാടി ആയിരുന്നോ എന്ന് അവർ ചോദിക്കും. രാജ്യം കണ്ട ഒരു മഹാദുരന്തത്തില് 2 സർവകക്ഷി യോഗം വിളിച്ചപ്പെടും. എന്തേ നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ വരാതിരുന്നത് എന്ന് അവർ ചോദിക്കും. 3ാമതൊരു യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടും എന്തേ വിളിക്കാത്തത് എന്ന് അവർ ചോദിച്ചെന്നിരിക്കും. എത്ര റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ അത്രത്തോളം ജനാധിപത്യത്തിൽ പ്രാധാന്യമുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടും എന്തേ നിങ്ങൾ ഉത്തരം കൊടുക്കാത്തത് എന്ന് അവർ നിങ്ങളോട് ചോദിക്കും. സൈനിക ഓഫീസറായിരുന്ന കേണൽ സോഫിയ ഖുറൈഷി, ആ സോഫിയ ഖുറൈഷിയെ കുറിച്ച് തീവ്രവാദികളുടെ സഹോദരി എന്നാണ് ഈ രാജ്യത്തിലെ ഒരു സംഘി മന്ത്രി വിളിച്ചത്. തീവ്രവാദികളുടെ സഹോദരി എന്ന്. അയാൾ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. ഒരാഴ്ചയായി വിദേശത്തേക്ക് ഈ രാജ്യത്തിന്റെ സന്ദേശവുമായി പോകുന്നവരോട് അവർ ചോദിക്കും, എന്തു നടപടിയാണ് നിങ്ങൾ ആ മന്ത്രിക്കെതിരെ എടുത്തത്? ഈ രാജ്യത്തിന്റെ സൈന്യത്തോട് നിങ്ങളുടെ മര്യാദ ഇതാണോ എന്നവർ ചോദിക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയം ഉഭയകക്ഷി വിഷയമാണെന്ന് പറയുന്നത് ഇന്ത്യയാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ വന്നത് എന്ന് നിർബന്ധമായും അവർ ചോദിക്കും. വിക്രം മിസ്രി നിങ്ങൾ എല്ലാവരും നിരീക്ഷിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ആ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ടിവിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും മനോഹരമായി സുന്ദരമായി ഒരു രാജ്യത്തിന്റെ സത്യസന്ധമായ, നമ്മുടെ നാട്ടിലെ ചാനലുകാരൊക്കെ യുദ്ധം ചാനലിലായിരുന്നല്ലോ പലപ്പോഴും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ മൊട്ടയൊക്കെ കളിച്ച പരാക്രമങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ വസ്തുതകളെ സത്യസന്ധമായി പറഞ്ഞ ഒരു വലിയ ഓഫീസറാണ് രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി.
ആ വിക്രം മിസ്രി യുദ്ധം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് മോദിക്ക് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ്. ആ മനുഷ്യനെ ആക്ഷേപിച്ചു ഈ രാജ്യത്തിലെ സംഘപരിവാരം. ഇന്ത്യയിലെ IAS, ഇന്ത്യയിലെ IPS അസോസിയേഷൻ ചേർന്ന് മിസ്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ സംഘികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു. വിക്രം മിസ്രിയോട് നിന്റെ രാജ്യം എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നിർബന്ധമായും അവർ ചോദിക്കും. ഉഭയകക്ഷി വിഷയമാണെങ്കിൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയമാണെങ്കിൽ, യുദ്ധമാണെങ്കിൽ ആ യുദ്ധം നിർത്തേണ്ടത് ട്രംപാണോ എന്ന് ഒരുപക്ഷെ ആ രാജ്യം ചോദിക്കും. 8:30 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്രസമ്മേളനം വിളിക്കുമ്പോൾ 7 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ട് യുദ്ധം നിർത്തിയിരിക്കുന്നു എന്ന് പറയാൻ, അങ്ങനെ സംസാരിക്കാൻ ട്രംപിന് ആരാണ് അധികാരം കൊടുത്തത് എന്ന് അവര് ചോദിക്കും. രാജ്യത്തേക്ക് വന്ന് 1/2 കിലോമീറ്റർ ബാരിക്കേഡുകൾ വെച്ച ഒരു നാട്ടില് തീവ്രവാദികൾ വന്ന് മനുഷ്യനെ വെടിവെച്ചിട്ട് അതേ ബാരിക്കേഡുകൾ കടന്ന് അവർ തിരിച്ചുപോയത് എവിടേക്കാണ് എന്ന് അവര് ചോദിക്കും. അവരിൽ ആരെയെങ്കിലും ഇതുവരെ പിടിച്ചോ എന്ന് അവര് ചോദിക്കും. ഈ രാജ്യം തലകുനിക്കുന്നു ഈ സംഘി പുങ്കവന്മാരെ കൊണ്ട്, രാജ്യം ഭരിക്കാൻ അറിയാത്തവരെ കൊണ്ട്. സഖാക്കളെ, ഞങ്ങൾക്ക് കൃത്യമായൊരു ദിശാരാഷ്ട്രീയമുണ്ട്, വ്യക്തതയുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ മുന്നേറ്റത്തിന്റെ കൂടെയാണ്, സത്യസന്ധമായി. നിങ്ങളെപ്പോലെ കള്ളത്തരം കളിച്ചിട്ടല്ല, നേർക്കുനേര്. രാഹുലാണ് നേതാവെങ്കിൽ പിറകിലുണ്ടെന്ന് എന്ന് വെച്ചാൽ എല്ലാത്തിനും പിറകിലെന്നല്ല. തെറ്റു കണ്ടാൽ വിമർശിക്കുമെന്ന CH മുഹമ്മദ് കോയയുടെ നെഞ്ചുറപ്പോടെ പിറകിലുണ്ട്, നെഞ്ചുറപ്പോടെ. നെഹ്റുവിനേക്കാൾ വലിയൊരൊന്നും കോൺഗ്രസിൽ ഇല്ലല്ലോ, നെഞ്ചുറപ്പോടെ. പക്ഷെ നിൽക്കുന്നത് സത്യസന്ധമായിട്ടാണ്. നിങ്ങൾ അവിടെ ഇല്ല. ക്രിസ്ത്യാനികൾ വേദനയുണ്ടായപ്പോൾ രാഹുൽ ഉണ്ടായിരുന്നു, വഖഫിന്റെ ബില്ല് വന്നപ്പോൾ രാഹുൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയുണ്ട്. ഇതൊരു കൃത്യതയുള്ള രാഷ്ട്രീയമാണ്. സഖാക്കളെ, നിങ്ങൾ ആലോചിക്കണം, ഇടത് എന്ന് പറയുന്നത് മനുഷ്യത്വപരമാണെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ഒന്നുള്ളത് സാധു ബേബിയാണ്, അയാളെ നമുക്കറിയാം. പിന്നെയുള്ളത് പിണറായിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ധനാഢ്യൻ അംബാനി തന്റെ മകന്റെ കല്യാണത്തിന് എല്ലാരെയും വിളിച്ചു. ആരൊക്കെ വന്നതെന്നറിയോ നിങ്ങൾക്ക്? ഇലോൺ മസ്ക് ഉണ്ടായിരുന്നു, സുക്കർബർഗ് ഉണ്ടായിരുന്നു, അങ്ങനെ നോക്കിയാൽ ബിൽ ഗേറ്റ്സ് ഉണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാർ, പിന്നെ നാട്ടിലെ ലൊട്ടിലൊടുക്ക് മുതലാളിമാരും എല്ലാവരും ഉള്ളപ്പോ രാഹുലിനെ വിളിച്ചു. ഡൽഹിയിലെ ഒരു പിസ ഷോപ്പിനകത്തിരുന്ന് ആ സമയം രാഹുൽ കാപ്പി കുടിക്കുന്ന ഒരു ഫോട്ടോ വന്ന് ലോകം മുഴുവൻ കണ്ടു. സഖാക്കളെ, പറ്റുമെങ്കിൽ വെറുതെ ആ രാഹുലിൻ്റെ ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ഇടക്കിടക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് സായുജ്യമടഞ്ഞേക്ക്. ശ്രീനിവാസൻ പണ്ട് ഗൾഫിൽ പോയിട്ട് കണ്ണാടിൻ്റെ മുമ്പ് മുതലാക്കി വിളിക്കണില്ലേ, അതുപോലെ നിങ്ങൾക്കൊരു നേതാവില്ല. മുതലാളിമാരെ കാണുമ്പോൾ മുട്ടുപറച്ച് മൂത്രമൊഴിച്ചു പോകുന്ന, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടുന്ന് നേരത്തെ അനൗൺസ് ചെയ്തില്ലേ, ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. ഞങ്ങൾ കോട്ടാൽ ഉപ്പി സാഹിബിന്റെ അനുയായികളാണ്. എന്തിനാണ് ഉപ്പി സാഹിബ്? അവരുടെ കൂടെ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവരുടെ പ്രശ്നം കഴിഞ്ഞേ എനിക്ക് പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ കോട്ടാൽ ഉപ്പി സാഹിബിന്റെ, ഞങ്ങളുടെ ധനാഢ്യന്മാരുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കി നിൽക്കൂല, ഉറപ്പിച്ചോ നിങ്ങൾ. പാപങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് വർത്താനം പറഞ്ഞിട്ടല്ല, ഗീർവാണം പറഞ്ഞിട്ടല്ല, ഉറച്ചുകൊണ്ട്. ഞാൻ സ്നേഹമുള്ളവരെ നിങ്ങളോട് പറയുന്നു, ഈ സമ്മേളനത്തിന്റെ സ്പിരിറ്റ് ഈ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കാനാണ്. എന്നാണ്. നല്ലത് ചെയ്തിട്ട്, നല്ലത് പറഞ്ഞിട്ട്, നല്ല വിശ്വാസത്തോടെ അതിലുറച്ചു നിന്ന് ഒരു മുസ്ലിം എന്ന് പറയുന്ന അഭിമാനത്തോടെ. CHന്റെ പ്രസംഗം അവസാനിക്കുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പോകാൻ കഴിയുന്ന, ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതുരാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളാവാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് ഇവിടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കുട്ടി, അതുപോലെ തന്നെ അലി സാഹിബും അബ്ദുറഹ്മാൻ കുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഈ സമ്മേളനത്തിന്റെ അർത്ഥമുണ്ടാകൂ എന്ന് നിങ്ങളോട് വിനീതമായി അഭിപ്രായപ്പെട്ടുകൊണ്ട് കേട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.